2024 ടെക് മഹീന്ദ്ര ഗ്ലോബൽ ചെസ് ലീഗിൽ ഒരുപാട് കിടിലൻ മത്സരങ്ങൾ നടന്നു. ഇന്ന് നമ്മൾ കാണാൻ പോണത് റിച്ചാർഡ് റാപ്പോർട്ടും പർഹം മക്സദ്ലു രണ്ടുപേരും നല്ല സൂപ്പർ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണ്. ഇവർ തമ്മിൽ നടന്ന ഒരു കിടിലൻ മാച്ചപ്പാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് റിച്ചാർഡ് റാപ്പോർട്ടും ബ്ലാക്ക് കളിക്കുന്നത് പർഹം മക്സൂദ്ലു ആണ്. ഇവിടെ വൈറ്റ് കളിക്കുന്ന റിച്ചാർഡ് റാപ്പോർട്ട് തുടങ്ങുന്ന പോൺ E4 വെച്ചിട്ടാണ്. പർഹം C5 കളിക്കണം. അപ്പോൾ സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6. ഇപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ മൂവ് D4 ആണ്. ഇതുപോലെ പോൺ പുഷ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ് സാധാരണ വൈറ്റ് ചെയ്യാറ്. ഇവിടെ റാപ്പോർട്ട് ബിഷപ്പിനെ C4 കളിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യണു. ജസ്റ്റ് D3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. A6 കളിക്കുന്നു. ഇനി ഐഡിയ B5 ഒക്കെ കളിച്ചിട്ട് മാക്സിമം പോണിനെ പുഷ് ചെയ്തിട്ട് ഇവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ബ്ലാക്കിൻ്റെ ഐഡിയ. A4 കളിച്ചാൽ B5 ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇവിടെ റാപ്പോർട്ട്. നൈറ്റ് C6, വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ബ്ലാക്ക് H6 കളിക്കുന്നു. കാരണം ഈ H6 കളിക്കുന്നതിൻ്റെ ഐഡിയ ഈ നൈറ്റിന് ഇങ്ങോട്ടേക്ക് ചാടിയിട്ട് ഈ ഒരു ബിഷപ്പും നൈറ്റും കൂടെ നല്ല പവർഫുള്ളാവും. അപ്പോൾ ആ നൈറ്റിന് ഇങ്ങോട്ടേക്കുള്ള ചാട്ടവും അതുമാത്രമല്ല ബിഷപ്പിന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സ്ക്വയറും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ക്വയർ തടുക്കാനും കൂടെയാണ് H6 കളിക്കുന്നത്. നൈറ്റ് C3 കളിക്കുന്നു. ബിഷപ്പ് G4 കളിച്ച് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യാണ്. റാപ്പോർട്ട് ഇതിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. പർഹം ജസ്റ്റ് ബിഷപ്പിനെ H4 കളിക്കുന്നു. H5 കളിക്കുന്നു. നൈറ്റ് D5 കളിക്കുന്നു. നൈറ്റ് നല്ലൊരു സെൻട്രൽ സ്ക്വയർ ഇവിടെ ഉണ്ട്. E6 കളിച്ചിട്ട് ആ സെൻട്രലിലുള്ള നൈറ്റിനെ അങ്ങ് ഓടിക്കാൻ നോക്കുകയാണ് ഇവിടെ പർഹം. നൈറ്റ് F4 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബിഷപ്പ് ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാസീവായി പോകും. കാരണം ജസ്റ്റ് ആ ബിഷപ്പിനെ എടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആദ്യം ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ക്യൂൻ വെച്ച് തിരിച്ച് ഇവിടെ റാപ്പോർട്ട് എടുക്കുന്നു. ഇവിടെ H6 കളിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ H5 ഇവിടെ പർഹം കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇവിടെ ഇവിടെ കളിക്കുന്ന രണ്ടുപേരും നല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. ഒരവസരം കിട്ടി അറ്റാക്ക് ചെയ്ത് തകർക്കും ഇരുവരും. അപ്പോൾ റാപ്പോർട്ട് ആണെങ്കിലും പർഹം ആണെങ്കിലും വളരെയധികം സൂപ്പർ അറ്റാക്കിംഗ് ഗെയിംസ് കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഈ H5 ഇതുപോലത്തെ ഒരു അറ്റാക്കിങ്ങിൻ്റെ ഒരു തുടക്കമായിട്ടാണ് H5 കളിക്കുന്നത്. അപ്പോൾ തക്കമായ അവസരത്തിൽ G5 വന്നിട്ട് കിങ് സൈഡ് തകർക്കുക. ഇതാണ് പർഹമിൻ്റെ ഐഡിയ. റാപ്പോർട്ട് നൈറ്റിനെ പുറകോട്ട് വരുന്നു. എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നൈറ്റിനെ ഇവിടെ E5 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിലേക്കും ക്യൂനിലേക്കും ഒരേ സമയം അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ പർഹം. അപ്പോൾ ക്യൂനെ ഇവിടെ നിന്ന് മാറ്റി വേണമെങ്കിൽ ബിഷപ്പിനെ എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള മൂവ് G5 കളിക്കുകയാണ് ഇവിടെ പർഹം. അപ്പോൾ ഈ സൈഡിലുള്ള ബ്ലാക്കിൻ്റെ കിങ് എക്സ്പോസ് ആവുന്ന ഒന്നും പർഹം മൈൻഡ് ചെയ്യുന്നില്ല. മാക്സിമം കിങ് സൈഡ് അറ്റാക്ക് കിട്ടുക, ഇവിടെ റാപ്പോർട്ടിൻ്റെ കിങ്ങിനെ വീഴ്ത്തുക. ഇതാണ് പർഹത്തിൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ റാപ്പോർട്ട് എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് പോയുള്ളൂ. ആ ബിഷപ്പിനെ ഇവിടെ പ്രിസർവ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തില്ല? ഈ പോണിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഓക്കെ, റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഹരാസ് ചെയ്യാം, ക്യൂൻ തിരികെ പോവാം. ഇതൊക്കെയാണ് ടിപ്പിക്കലി നമ്മൾ ചിന്തിക്കുന്ന പ്ലാൻ. പക്ഷേ ഇവിടെ പർഹത്തിനൊരു കിടിലൻ മൂവ് ഉണ്ട്. ഈ ഒരു പോണിനെ എങ്ങാനും വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ ക്യൂൻ ടേക്സ് G5 കളിച്ചു കഴിഞ്ഞാൽ റൂക്കിനെ വെച്ച് ആദ്യം ക്യൂവിനെ അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആദ്യം നൈറ്റ് F3 കളിച്ചൊരു ചെക്ക് കൊടുക്കുന്നു. ചെക്കുമാണ് ക്യൂനിലേക്കും അറ്റാക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും ചെയ്തില്ലേ ക്യൂൻ നഷ്ടപ്പെടും. പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയാലോ റൂക്ക് G8, ക്യൂൻ വീണു. ഇനി ക്യൂവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിലൂടെ ബ്ലാക്ക് ഈസിലി വിന്നിങ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പോണിനെ ഇവിടെ എടുക്കാൻ ഇവിടെ വൈറ്റ് മുതിരുന്നില്ല. അതിനുപകരം ബിഷപ്പിനെ ജസ്റ്റ് പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നേരിട്ട് ഇവിടെ G4 പോലത്തെ പ്ലാൻസ് പോണതിന് പകരം വേണമെങ്കിൽ അങ്ങനെയും പോവാം. പക്ഷേ ബിഷപ്പ് H6 കളിച്ചിട്ട് ഇനി അടുത്ത മൂല് G4 ഒക്കെയാണ് ഇവിടെ പർഹം ത്രെട്ടൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് F4 കളിച്ചിട്ട് റാപ്പോർട്ട് പൊസിഷൻ ക്ലോസ് ചെയ്ത് വെക്കാൻ നോക്കണം. മാത്രമല്ല ഈ റൂക്കിന് കുറച്ചും കൂടെ ഓപ്പൺ ഫയൽ കിട്ടുകയും ഒരവസരം കിട്ടിയ എക്സ്ചേഞ്ചിന് ശേഷം ഈ ഒരു ക്യൂനും റൂക്കും കൂടെ ഒരു ഫയലിൽ വന്ന നല്ല അറ്റാക്ക് കിട്ടുമെന്ന് റാപ്പോർട്ട് മനസ്സിലാക്കുന്നു. പോൺ വെച്ചെടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ H5 ഈ പോൺ പിന്നീട് വീക്ക്നെസ് ആവുമെന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഇവിടെ H4 ഇവിടെ കളിക്കുകയാണ് ഇവിടെ ബ്ലാക്ക്.
ക്യൂവിനെ F2ലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, ഈ ഒരു ബിഷപ്പിന് ഡേഞ്ചറസ് ആംഗിളിൽ നിന്ന് മാറാനാണ്. അത് മാത്രമല്ല, ഇനി ഈ നൈറ്റിനെ എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റിയതിന് ശേഷം തക്ക മാച്ചിൽ ഈ നൈറ്റിനെയും കൂടെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ F7 വീക്ക് ആവുമെന്ന് ഇവിടെ വൈറ്റ് പ്രത്യാശിക്കുന്നു. ഇവിടെ നൈറ്റ്, ഇവിടെ F6ലുള്ള നൈറ്റ് ഇവിടെ D7ലോട്ട് പോകുന്നു. ഈ നൈറ്റിന് കുറച്ച് അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. അപ്പൊ ഈ പൊസിഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും? റാപ്പോർട്ടിന്റെ ഭാഗത്തുനിന്ന് റാപ്പോർട്ട് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് ടേക്സ് E6. ഒരു ബിഷപ്പിനെ അവിടെ സാക്രിഫൈസ് ചെയ്യാണ്. ഇതിന്റെ ഐഡിയ ഇപ്പോൾ ഈ ബ്ലാക്ക് കിങ് കംപ്ലീറ്റ്ലി എക്സ്പോസ് ആവുന്ന പൊസിഷനിലേക്കായി. അത് മാത്രമല്ല, റൂക്കും ക്യൂനും കൂടെയും ഈ ഒരു F7ലേക്ക് അറ്റാക്കാണ്. തൽക്കാലം ഈ നൈറ്റ് ഇവിടെ ഇതിനെ ഗാർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നൈറ്റിനെ ഓടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന്റെ അറ്റാക്ക് തടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും ബ്ലാക്ക്. പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു, നൈറ്റ് വെച്ച് എടുക്കുന്നു. അപ്പോൾ അറ്റാക്ക് എന്താണ്? ക്യൂനിലേക്കാണ് അറ്റാക്ക്. അപ്പോൾ ക്യൂന് ഇപ്പോൾ ഇവിടെ E7ലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നൈറ്റ് C7 ചെക്ക് വരും, റൂക്ക് പോകും. അപ്പം അതുകൊണ്ട് E7ലോട്ട് വന്നിട്ട് കാര്യമില്ല. ഗെയിമിൽ ക്യൂവിനെ B6ലോട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂവിനെ മാക്സിമം ഹരാസ് ചെയ്യാൻ നോക്കുകയാണ് റാപ്പോർട്ട്. A5 കളിച്ചിട്ട് ക്യൂവിൻ്റെ ഒരു കൊട്ട് കൊടുക്കുന്നു. ക്യൂൻ C6ലോട്ട് മാറുന്നു. C3 വളരെ ഡീപ്പായുള്ള ഒരു മൂവാണ്. ഇപ്പൊ ഈ ഒരു നൈറ്റ് മാത്രമാണ് ഈ ഒരു സ്ക്വയർ ഗാർഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നൈറ്റിനെ ഇവിടെ നിന്നൊന്ന് മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നാസ്റ്റി ആയിട്ടുള്ള ചെക്ക് മേറ്റിംഗ് ത്രെഡ്സ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഈ നൈറ്റിനെ ഇപ്പൊ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യൂൻ F7 നേരെ ചെക്ക് മേറ്റ് ആയി പോകും. ഫ്രീ പോണൊന്നും അല്ല. അത് മാത്രമല്ല, അടുത്ത മൂലി C3 കളിക്കുന്നതോടെ D4 കൂടെ പുഷ് ചെയ്ത് നൈറ്റിനെ ഓടിക്കുക. ഇതാണ് റാപ്പോർട്ടിന്റെ ഐഡിയ. റൂക്ക് C8 കളിക്കുന്നു, D4 കളിച്ചിട്ട് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്ത് കളിക്കുന്നു? അപ്പോൾ ഈ പൊസിഷൻ എങ്ങനെയാണ് ഇവിടെ ബ്ലാക്ക് സർവൈവ് ചെയ്യുന്നത്? ഇവിടെ കിങ് ഇവിടെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വൈറ്റിന് കംപ്ലീറ്റ്ലി വിന്നിങ് പൊസിഷനാണ്. പക്ഷെ എങ്ങനെയെങ്കിലും പർഹമിന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. പോൺ വെച്ച് തിരികെ എടുക്കുകയാണ്. പോൺ വെച്ച് തിരികെ എടുത്തു. അപ്പോൾ ഇനി ഈ നൈറ്റിലേക്ക് അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ ഈ നൈറ്റ് ഇവിടെ തന്നെ ഇരുന്നില്ലെങ്കിൽ F7 വീക്ക് ആവുമെന്ന് കണ്ടതുകൊണ്ട് ഈ ക്യൂന് ഇവിടെ വന്നിട്ട് തിരിച്ച് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ് പർഹം. ക്യൂൻ F5 കളിച്ചിട്ട് ആ ഒരു നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഇത് ത്രെട്ട് ചെയ്യുകയാണ്, ഇത് എടുക്കാനുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? നൈറ്റ് F8 കളിക്കുന്നു. നൈറ്റ് F8 കുറച്ച് ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഐഡിയ ഈ ക്യൂനും ഈ നൈറ്റും കൂടെയും ഈ ഒരു നൈറ്റിലേക്ക് ഡബിൾ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. ഇവിടെ പക്ഷെ നേരെ അതിനൊന്നും പോകണില്ല. റാപ്പോർട്ട് ആദ്യം ഒരു ചെക്ക് നൽകുന്നു. ഇവിടെ നൈറ്റിനെ ഇവിടെ G6ലോട്ട് കളിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മൂവ് കളിക്കും? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തരാവുന്ന ഒരു ക്ലൂ, ഈ ഒരു രണ്ട് നൈറ്റുകളും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ഇതിൻ്റെ അത് ഒരു നൈറ്റ് വീണ് കഴിഞ്ഞാൽ മറ്റു നൈറ്റിൻ്റെ സപ്പോർട്ട് പോകും. അപ്പോൾ കൂടുതൽ പിന്നിങ് പോസിബിലിറ്റീസ് വരും. കണ്ടു നോക്കിയാലോ? റൂക്ക് ടേക്സ് F8 ചെക്ക്. അപ്പോൾ ഈ നൈറ്റിന് അനങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? ഇങ്ങനെ ഒരു പിന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ റൂക്ക് വീണാലും ബിഷപ്പ് വെച്ചെടുത്താലും എന്ത് വെച്ചെടുത്താലും പണി തന്നെയാണ്. ഇവിടെ ബിഷപ്പ് വെച്ച് എടുത്തു കഴിയുമ്പോൾ കാര്യം ഈ റൂക്കിനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ക്യൂൺ ടേക്സ് നൈറ്റ് എടുക്കാൻ പറ്റും. ഇനി എന്ത് സംഭവിക്കും? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും സെയിം ത്രെട്ട് തന്നെയുണ്ട്. ക്വീൻ ഇൻറ്റു G6 ചെക്കും വരും. അപ്പോൾ ഈ പ്ലാൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ക്യൂൻ വെച്ചിട്ട് ചെക്ക് കൊടുക്കണം. കിങ് D7. അപ്പോൾ കിങ് രക്ഷപ്പെടുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടെ D5 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിലേക്കുള്ള ഈ ഒരു അറ്റാക്ക് തടുക്കാനും ഈ ക്യൂവിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് അടക്കിയും കൂടെയാണ് D5 എന്നുള്ള മൂവ്. ബിഷപ്പ് E7 കളിച്ചിട്ട് റൂക്കുകളെ കണക്ട് ചെയ്തിട്ട് കിങ്ങിനെ സേഫ് ആക്കാനാണ് അവിടെ ബ്ലാക്കിന്റെ ശ്രമം. പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ക്യൂൻ F5. ഇനി കുറച്ച് ഡിസ്കവേർഡ് ചെക്കുകളൊക്കെയാണ്. ഈ നൈറ്റിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തിട്ട് ഡിസ്കവേർഡ് ചെക്കുകളൊക്കെയാണ് ഇവിടെ റാപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. കിങ്ങിനെ വീണ്ടും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഇവിടെ മറ്റൊരു കിടലും മൂവ് കളിക്കുകയാണ്, ബിഷപ്പ് ടു G5. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഒരു ചെക്ക് വെക്കാനുള്ള സ്ക്വയറുകൾ പോലും ഇവിടെ വൈറ്റിന്റെ പരിധിയിലാണ്. ഇവിടെയൊക്കെ ഈ നൈറ്റ് വെച്ച് കൺട്രോളിലാണ്.
പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവിടെ ബ്ലാക്കിന് കളിക്കാനില്ല. ഡിഫെൻസിങ് മാത്രമാണ് ഇവിടെ ബ്ലാക്കിന് ചെയ്യാനുള്ളൂ. ബിഷപ്പ് G5 കളിച്ചിട്ട് ഈ ബിഷപ്പിന് ഒരു കൊട്ട് കൊടുക്കണം. ഇവിടെ എന്താണ് ചെയ്യണത്? ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഒരു ഉദാഹരണത്തിന് B5 പോലത്തെ മൂവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് ട്രിക്കി ലൈൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ഇങ്ങനെ ഒരു മൂവാണ്. ഇങ്ങനെ ഒരു നൈറ്റ് ഇവിടെ G7 ഒരു ചെക്ക് കൊടുക്കും. അപ്പോൾ ഈ പൊസിഷനിൽ എന്താണ് ചെയ്യണേ? കളിക്കാനുള്ള മൂവ്സ് വളരെയധികം കുറവാണ്. ഇവിടേക്കൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് E6 ചെക്ക് വരും. കിങ് ഇവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയാൽ കുറേ ഡിസ്കവേർഡ് ചെക്കുകൾ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ആദ്യം ബിഷപ്പിൻ്റെ E7 വരും. കിങ് വെച്ചെങ്ങാനും വെട്ടിയാലോ ക്വീൻ G5 ചെക്ക് വരും. കിങ് E8 കളിച്ചു കഴിഞ്ഞാൽ ക്വീൻ G6 ചെക്ക്, കിങ് E7, ക്വീൻ G7 ഒരു ചെക്ക്. ആകെയുള്ള മൂവ്സൊക്കെയാണ്. ഈ റൂക്കും ഇവിടെ വീഴും. ഇനി കിങ് D7 ശേഷം ക്വീൻ G7 ചെക്ക് വരും. ഇതൊക്കെ മോറോർലെസ് ഫോഴ്സ്ഡ് ആണ്. ഈ ചെക്ക് വരും, കിങ് D7 വരും. ഫൈനലി ക്വീൻ F7 നേരെ ചെക്ക് മേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനൊന്നും പോയില്ല ഗെയിമിൽ. പക്ഷേ ഈ ഒരു ബിഷപ്പ് G5 ശേഷം എന്താണ് കളിക്കുന്നത്? ഇവിടെ ബിഷപ്പ് G5 ശേഷം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒഴിവാക്കുകയാണ് ഇവിടെ ബ്ലാക്ക് ചെയ്യുന്നത്. റാപ്പോർട്ട് തിരിച്ചു വെട്ടുന്നു. ക്യൂൻ വെച്ചിട്ട് ഇവിടെ ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോണിനെ വെട്ടിയെടുക്കുന്നു. പക്ഷെ ഇവിടെ ഓൾറെഡി ഭയങ്കരധികം വിന്നിങ് ആണ് ഇവിടെ വൈറ്റ്. ജസ്റ്റ് റൂക്കിനെയും കൂടെ F1 കളിക്കുന്നു. അപ്പോൾ ഒന്നും തന്നെ ബ്ലാക്കിന് ചെയ്യാനില്ല. പക്ഷേ എന്നാലും ഗെയിം കുറച്ചും കൂടെ മുന്നോട്ട് പോകാമായിരുന്നു. കാര്യം മെയ്റ്റിൻ ട്രേഡ്സ് ഒരുപാടുണ്ടെങ്കിലും ഡെസ്പറേറ്റ് ആയിട്ട് ടൈം പ്രഷറിലോ ഇത് കാണാത്ത രീതിയിലോ റൂക്ക് സീറ്റ് കളിച്ചിട്ട് ഇങ്ങനെ ഒരു മെയ്റ്റിംഗ് നെറ്റിലേക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ മിസ് ചെയ്തത് ഒരു മെയ്റ്റിൻ 1 ആണ്. ഇവിടെ പർഹം മിസ് ചെയ്തത്. എന്താണ് ആ മെയ്റ്റിൻ 1? അതെ, ക്വീൻ D8 ചെക്ക് മേറ്റ് ആണ്. റൂക്ക് ഈ ഒരു റാങ്കിൽ നിന്ന് അനങ്ങിയതോടെ ഈ ഒരു ക്വീൻ ഇങ്ങോട്ട് വരാൻ പറ്റി. നൈറ്റ് ഗാർഡറാണ്. ഈ സ്ക്വയറുകളെല്ലാം വൈറ്റിൻ്റെ പരിധിയിലാണ്. അങ്ങനെ ഒരു മനോഹരമായ ചെക്ക് മേറ്റ്. അപ്പോൾ പർഹം ഒരു രീതിയിൽ കിങ് സൈഡ് ഫുള്ള് തുറന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ ഇവിടെ റാപ്പോർട്ട് വളരെ കൂളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ്സ് കളിച്ചിട്ട് ഇവിടെ ഒരു കിടിലൻ ചെക്ക് മേറ്റ് എൻഡിൽ ഡെലിവർ ചെയ്തു. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.